ടു കണ്ടായിട്ട് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ നമ്മൾ വളരെ തിരക്കിട്ട പണികളൊക്കെ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ആവില്ല അല്ലേ? അപ്പോൾ നമ്മളൊരിക്കും ബർണറുടെ അകത്തൊക്കെ അഴുക്ക് കയറിയിരുന്നിട്ടാണ് കരടായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ലൈറ്ററിനകത്തും കരടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ മിക്കപ്പോഴും വിട്ടുപോകില്ലേ ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഒരു ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊന്നിങ്ങനെ പതുക്കൊന്ന് തോണ്ടി കൊടുത്താൽ കണ്ടോ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ അഴുക്ക് കണ്ടോ, അതിനകത്ത് ഇരിക്കുന്നത് കരടുകൾ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല സുഗമമായിട്ട് നമ്മുടെ ലൈറ്റർ കത്തും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബഡ്സ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ചിലപ്പോൾ 1, 2, 3 ബഡ്സ് വേണ്ടി വരും കേട്ടോ. കാരണം അതിൻ്റെ അഴുക്കുകൾ വേറെ ഒന്നും കാര്യമായിട്ട് അതിനകത്ത് കയറില്ല. അപ്പോൾ ബഡ്സ് ഇടണമെങ്കിലും ഒരു മയത്തിനൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കി എടുത്തിട്ട് പിന്നെ നമുക്കൊരു തുണിയിലേക്ക് വേണമെങ്കിൽ തുടച്ച് എടുക്കാം കേട്ടോ. നല്ലപോലെ കരടുകളുണ്ടാവും. അപ്പോൾ അതിട്ട് കുത്തുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഓട്ട വഴി ഈ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ടും പോരും. ഈ ബഡ്സിലും ഉണ്ടാവും. പിന്നെ നമുക്കൊരു തുണി വെച്ച് അങ്ങ് തുടച്ചങ്ങ് എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2 ബഡ്സ് വേണ്ടി വന്നു കേട്ടോ അത് ക്ലീനാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരാഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് സിമ്പിളല്ലേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അപ്പോൾ ഇത് നമ്മൾ കത്തിക്കാൻ വേണ്ടി തുറന്നിടുമ്പോൾ ഗ്യാസ് അത്രയും പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ആക്കി വെച്ചാൽ ഗ്യാസും ലാഭിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാട്ടെ. ഞാൻ ഉപ്പിട്ട പാത്രം എടുത്തിട്ടുണ്ട്. ഇതെന്ത് സംഭവം എന്നല്ലേ, നമ്മുടെ ചിരട്ടയുടെ ഒരു കഷ്ണമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് ആലോചിക്കേണ്ട, കൂടുതലൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ ഈ ഉപ്പ് ഒക്കെ പെട്ടെന്ന് എന്താ പറയുക ഈർപ്പം വരും അല്ലേ, അതായത് ഭയങ്കര ഒരു വെള്ളം പോലെ തോന്നും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചിരട്ട കഷ്ണം വെച്ചാൽ മതി. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഒരു ടിപ്പ് പറഞ്ഞു, കുറച്ച് അരി ഒരു കുഞ്ഞു കടലാസിൽ പൊതിഞ്ഞ് വെച്ചാലും വെള്ളമൊന്നും ഒലിക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പ്രശ്നമാണ് നമ്മുടെ ഫ്രീസറിനകത്ത് ചില സമയത്ത് ഇതിങ്ങനെ മഞ്ഞ് മല പോലെ വരും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സംഭവം ഇങ്ങനെ വരും. അപ്പോൾ അതിനൊരു പരിധി വരെ തടയാനായിട്ട് ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക, അതിനകത്ത് നമുക്ക് ഉപ്പ് എടുക്കാം. അപ്പോൾ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കല്ലുപ്പ് എൻ്റെ കയ്യിൽ കുറച്ചുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കാണിക്കണത് ഞാൻ പൊടിപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ കല്ലുപ്പ് എടുക്കണേണ്ട ഏറ്റവും നല്ലത്. ഇതേ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രീസറിൻ്റെ ഒരു മൂലയ്ക്ക്, അതേപോലെ തന്നെ ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഡ്രോയില്ലേ നമ്മൾ പാലും ഒക്കെ വെക്കുന്നത്, അതിനകത്തും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഐസ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ട മഞ്ഞുമല പോലെ വരില്ലേ, അതിനെ നമുക്ക് തടയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം, നല്ലതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും സ്മെല്ലുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്തുണ്ടെങ്കിൽ അതിനെയും ഈ ഉപ്പിങ്ങനെ വലിച്ചങ്ങ് എടുത്തോളും. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും, നല്ല സ്മെല്ലും ഒക്കെ ആയിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്കൊക്കെ ഏറ്റവും തൊല്ല പിടിച്ചൊരു സംഭവമാണ് ഈ നമ്മുടെ ചായയുടെയൊക്കെ അരിപ്പ് ക്ലീനാക്കി എടുക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനും നമ്മുടെ കയ്യിൽ നല്ല കുഞ്ഞു ടിപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിനൊന്ന് ചൂടാക്കാൻ പോവാണ്. അപ്പോൾ അധികം ഭയങ്കര ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ലൈറ്റായിട്ട് നമുക്ക് ഇതിനൊന്ന് ചൂടാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഹോളുകളിൽ കുഞ്ഞു ഹോളുകളിൽ നമ്മുടെ ചായയുടെ കൊറ്റനൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ കണ്ട അങ്ങനെ പിരിന്ന് പോലെ നമ്മുടെ ആ ചായയുടെ കൊറ്റനൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാം ചിലപ്പോൾ ഒന്നും വരില്ല, എന്നാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് അങ്ങനെ കൊട്ടി നമുക്ക് ആദ്യം അതിനെ ക്ലീൻ ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അതിൽ ഞാൻ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡയില്ലേ അതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരി ഒഴിക്കണത്. ഒഴിച്ചപ്പോഴേക്കും നല്ല പതമയമായി. ഇനി അതിലേക്ക് നമ്മുടെ സ്ട്രെയിനറില്ലേ അരിപ്പ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. പിന്നെ നമ്മൾ ഏത് ലിക്വിഡാണോ ഡിഷ് വാഷ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കുക. ഒരു 10-15 മിനിറ്റോളം നല്ല പോലെ ഇട്ടങ്ങ് തിളപ്പിച്ചങ്ങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ എടുത്ത വെള്ളം ശരിക്കും കളറൊക്കെ മാറി, അതായത് ഇതിലാ നമ്മുടെ ചായയുടെ കറിയാണ് കൂടുതൽ അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ അങ്ങ് ഇളകി ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് പോന്നോളും. വെള്ളത്തിൻ്റെ കളറ് മാറിയേക്കണണ്ട. പിന്നെ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത്
പെട്ടെന്ന്, അതായത് ഏറ്റവും ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇത് പെട്ടെന്ന് ക്ലീൻ ആവാൻ തോന്നുന്നത്, നമ്മൾ പൈപ്പിൻ്റെ ടാപ്പില്ലേ നല്ല പോലെ തുറന്നിട്ടിട്ട് അതിൻ്റെ അടിയിൽ നമ്മുടെ ഇത് സ്ട്രെയിനർ കൊണ്ടുവച്ച് ബ്രഷ് ചെയ്താണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് പോകും കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് അത് വലിയ മെനക്കെട്ട പണിയൊന്നുമല്ലല്ലോ, ഇത് അങ്ങോട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ ഒരുവിധം സംഭവങ്ങളൊക്കെ ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെയൊക്കെ അടുക്കളയിലൊരു പ്രശ്നമാണ് പൊട്ടിത്തെറി നടക്കുന്നത് എപ്പോഴാണ് നമ്മൾ താളിക്കുമ്പോൾ അല്ലേ. അപ്പോൾ മൊത്തം ആ എണ്ണയും കടുകും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയി പിന്നെ വലിയ പണിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എണ്ണ ഒന്ന് ലേശം ചൂടായി വരുമ്പോൾ, അധികം വല്ലാണ്ട് ചൂടായി ലേശം ചെറു ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കടുകിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. അപ്പോൾ പതുക്കെ അവിടെ കിടന്ന് അങ്ങ് പൊട്ടിക്കോളും. വല്ലാത്ത പൊട്ടിത്തെറിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. വളരെ സുഗമമായിട്ട് നമ്മൾ കടുകിനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ അടുക്കള മൊത്തം നമുക്ക് ആകെ നാശമാവില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോ, എളുപ്പമാണ്. എന്നിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഉപയോഗപ്രദമായ ടിപ്പുകളായിരിക്കും അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.